രാഷ്ട്രീയ കേരളത്തെ ഉദ്വേഗമുനമ്പിൽ നിർത്തിയ പാലക്കാട് പോരാട്ടത്തിന് പരിസമാപ്തി കുറിച്ച് നാളെ വോട്ടെടുപ്പ്. നിശബ്ദ പ്രചാരണത്തിന്റെ ദിനമായ ഇന്നും ആവേശത്തോടെ 3 മുന്നണി സ്ഥാനാർത്ഥികളും സജീവമായിരുന്നു. പത്രപരസ്യ വിവാദമാണ് ഇന്ന് ഏറ്റവും വലിയ ചർച്ചയായത്. കൂടുതൽ വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാളത്ത് ചേരുന്നുണ്ട്. ശാന്തകുമാർ, എന്താണെങ്കിലും ആദ്യ അവസാനം വളരെ സജീവമായ വിവാദങ്ങൾ കൊണ്ട് വളരെ സജീവം തന്നെയായിരുന്നു വിവാദങ്ങൾ പാലക്കാട് ഉടനീളം. എന്താണെങ്കിലും നാളെ അല്ലെങ്കിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? നാളത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ ഏത് ഘട്ടം വരെ എത്തി? വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ ഒരു വ്യത്യാസവും മാറ്റവും ഉണ്ടായിട്ടില്ല പാലക്കാട്. അത് തുടരുന്നു. അത് നിശബ്ദ പ്രചരണ ദിവസമായ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമായ ഇന്നും തുടരുന്നു. ഇന്ന് ആ വിവാദം ഉയർന്നു വന്നത് പത്രപരസ്യങ്ങളുടെ ആയിരുന്നു എന്നുള്ളത് മാത്രമാണ് പ്രത്യേകത. സുന്നി വിഭാഗങ്ങളുടെ, കാന്തപുരം സുന്നി വിഭാഗത്തിൻ്റെയും സമസ്ത വിഭാഗത്തിൻ്റെയും മുഖപത്രങ്ങളിൽ LDF സ്ഥാനാർത്ഥിയുടെ പത്രപരസ്യമാണ് ഇന്ന് ഏറെ ചർച്ചയായത്. ആ പത്രപരസ്യത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഏറെ നേരം നീണ്ടു നിന്നാണ്. ഇപ്പോൾ വൈകുന്നേരത്തെ MP രാജേഷും CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയും ഉൾപ്പെടെ അതിന് മറുപടി പറയുന്നുണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ അത് വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. സമസ്ത അത്തരം ഒരു പരസ്യത്തെ തള്ളി പറഞ്ഞുകൊണ്ട് വാർത്താക്കുറിപ്പ് ഇറക്കി. അങ്ങനെ എല്ലാം കൊണ്ടും വിവാദം നിറഞ്ഞു നിന്ന ഒരു നിശബ്ദ പ്രചരണ ദിവസം തന്നെയായിരുന്നു പാലക്കാട്ടെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാളെ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. 184 ബൂത്തുകളിൽ ആണ് പോളിംഗ് തയ്യാറാക്കിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഉച്ചയ്ക്ക് തന്നെ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. നാളെ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ ഈ ഇരട്ട വോട്ടും കള്ള വോട്ടും വ്യാജ വോട്ടും എന്നുള്ള ആക്ഷേപവും ആരോപണവും എല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇവയെല്ലാം നാളെ ചർച്ചയാവുകയും ഇതിൻ്റെ പേരിൽ വാക്തർക്കങ്ങളും മറ്റു വിധത്തിലുള്ള തർക്കങ്ങളിലേക്ക് എല്ലാം പോകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പോലീസിൻ്റെയും വിലയിരുത്തലും നിരീക്ഷണവും. അവയെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എല്ലാം നോക്കിക്കാണുന്നത്. എന്തായാലും ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നാൾ മുതൽ ഉയർന്നു വന്ന ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും ഒന്നും തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമായ ഇന്നുവരെയും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. നാളെയും അത് തുടരാൻ തന്നെയാണ് സാധ്യത. പാലക്കാട് പോളിംഗ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. 3 മുന്നണി ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം എന്നുള്ള രീതിയിൽ വോട്ട് ആർക്കൊക്കെ വോട്ട് പങ്കുവെക്കപ്പെടും എന്നുള്ളത് ഒരു പ്രധാനമായി എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ്. അത് തന്നെയാണ് നാളത്തെ പോളിംഗിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. എന്തായാലും 23-ാം തീയതി ഫലപ്രഖ്യാപനം വരുമ്പോൾ മാത്രമായിരിക്കും ഇതിൻ്റെ എല്ലാം ഒരു അന്തിമ ചിത്രം തെളിയുക. സ്വാതി. ശരി ശാന്തകുമാർ, ഇനി എല്ലാ കണ്ണുകളും നാളെ പാലക്കാട്ടെ വോട്ടെടുപ്പിലേക്ക് തന്നെയാണ്. ശാന്തകുമാർ വെള്ളാളത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.